ഹലോ ഗൈസ്, മൃഗങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരു കൂട്ടം വളരെ രസകരമായ സംഭവങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ചിരിച്ച് രസിക്കാനായിട്ട് ധാരാളം ദൃശ്യങ്ങൾ ഇതിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, എന്തായാലും വെറുതെ ഇരിക്കുന്നവരെ ആവശ്യമില്ലാതെ പോയി ചൊറഞ്ഞ് പണി വാങ്ങുന്നത് പല മൃഗങ്ങൾക്കും ഒരു ഹോബിയാണ്. കോഴി കൂവുന്നത് കണ്ട് ഈഗോ അടിച്ച് പട്ടി കൂവുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദാ കണ്ടോ. ഇവിടെ നമുക്ക് കാണാം, ഒരു സ്ത്രീ അതുവഴി വന്ന റക്കൂണിന് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ ആ ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിനിടെയാണ് റക്കൂണിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയത്. എന്തായാലും അത് എനിക്ക് തിന്നാനുള്ളതാണ്, പിന്നെ ഈ പെണ്ണുമ്പിള്ള ഓരോന്ന് വെച്ച് തന്നിട്ട് അത് എന്ന് കഴിയാനാണ്? അതിൽ നല്ലത് ഒറ്റയടിക്ക് ഞാൻ തന്നെ എടുത്തങ്ങ് കൊണ്ടുപോകുന്നതല്ലേ എന്നായിരിക്കും റക്കൂൺ വിചാരിച്ചത്. നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കാം, ഈ വളർത്തു നായകളൊക്കെ പൊതുവെ വളരെ വലിയ അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. നമ്മൾ അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു മാറ്റാൻ അവർ എന്തും ചെയ്യും. പിന്നെ ഇവിടെ കണ്ടില്ലേ, വർക്കിലായതുകൊണ്ട് തന്റെ ഉടമസ്ഥ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ നായയുടെ മുന്നിൽ പിന്നെ അവസാനത്തെ ഒറ്റ വഴി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കണ്ണാടി നമുക്കൊക്കെ സുപരിചിതമാണ്, പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് കണ്ണാടി കണ്ടാൽ ചിലപ്പോൾ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അതിസമർത്ഥമായ ഒരു ശ്രമം നടത്തുകയാണ് ഈ നായ. സൂപ്പർ ഐഡിയ. രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ. ബോഡി ഫിറ്റ്നസിനായി ജിമ്മിൽ പോകുന്നത് മനുഷ്യർ മാത്രമാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പൊ പോത്തുകൾക്ക് കാടിവെള്ളവും പുല്ലൊന്നും പോരാ, സാൻഡ്വിച്ചും ബർഗറും ഒക്കെ വേണം. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്. അയ്യോ, അതെന്ത് കുന്ത്രാണ്ടോ? എനിക്ക് അത് മതി. റൊട്ടി ഇരിപ്പുണ്ടോ ഇവിടെ? ആ ഉണ്ട്. വെണ്ണയോ? അതും ഉണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി. പലപ്പോഴും പല പൊട്ടത്തരങ്ങളും കാണിക്കുന്നത് കൊണ്ടായിരിക്കാം പൂച്ചകൾ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു തരം ജീവികളാണ്. Oh God. Oh God. Bro, can you get your tail out of my bath? ഇവൻ പിന്നെ നല്ല അനുസരണയുള്ള പൂച്ചയാണ് കേട്ടോ. വാല് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാമോ എന്ന് ചോദിച്ച സമയമേ വേണ്ടി വന്നുള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കും ആ പൂച്ച വല്ല എലിയെയും മറ്റും ഇര പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയായിരിക്കുമെന്ന്. പക്ഷേ അതല്ല. ഇനി സ്വല്പം റൊമാൻസ് ആവാം.
I love you. Now you set my soul on fire. ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇതെന്ത് കേട്ടാ കണ്ടുകൊണ്ട് കയറിയോ? ഇതെന്ത് കിടക്കുന്നു? എങ്ങനെ കിടക്കുന്നു? ഇതെങ്ങനെ കിടക്കുന്നേന്ന് ഒന്ന് എണ്ണീറ്റേ ചേട്ടാ, ഒന്ന് എണ്ണീറ്റേ. അയ്യോ, ആദ്യം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു കാര്യമായിട്ട് എന്തോ പരിക്കു പറ്റി കിടക്കുകയാണെന്ന്. എവിടെ ഈ ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ വട്ടിയും പൂച്ചയൊക്കെ ആകുമ്പോൾ ചെറിയ തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു കോഴിക്കുട്ടി ഒരു നായയുടെ കൂടെ കളിക്കുകയാണ്. കളിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇത് ജീവൻ വെച്ചുള്ള കളിയാ. There you go, Sonny. You're gonna look so cool, bro. Yes. ഏതപാകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വരുന്ന ഈ പൂച്ചയെ പോലത്തെ ഒരു ഫ്രണ്ടിനെയാണ് നമുക്ക് പലർക്കും ആവശ്യം. എന്റെ മോനെ ഹീറോയിസം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ആനയുടെ കുസൃതികൾ മാത്രമാണ്. ഇവിടെ ഈ നായ ആദ്യമായിട്ടാണോ മനുഷ്യരെ തൊടുന്നത് എന്നറിയില്ല. എന്തായാലും പുള്ളി നല്ല എക്സൈറ്റഡ് ആണ്. ഓക്കെ വാ. അല്ലെങ്കിൽ നാളെ പോവാം. അല്ല നമുക്ക് ഇന്ന് പോയാലോ? ഇന്ന് പോവാതെ ഇന്നങ്ങ് പോയാൽ അല്ലെങ്കിൽ നാളെ പോയാലോ? ഇന്ന് മഴയില്ല, നാളെ പോവാം. അല്ലെങ്കിൽ അങ്ങ് പോയേക്കാം. അതെ, അല്ല നമ്മൾ തിരിച്ചു കയറാല്ലേ? ബാക്കിലോട്ട് നടന്ന് കയറാല്ലേ? അല്ലെങ്കിൽ ഇറങ്ങിയല്ല അല്ലെ നമ്മൾ തിരിച്ചു കയറിയില്ല? തിരിച്ചു കയറാല്ലേ? പിന്നല്ല, ഫുഡിന്റെ കാര്യം വന്നാൽ പിന്നെ മറ്റൊന്നും നോക്കരുത്, ചീറിപ്പാഞ്ഞങ്ങ് പോകണം. ഇവിടെ കണ്ടില്ലേ, ഫുഡ് വാങ്ങാനായിട്ട് അത്ര ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചാണ് ഈ പൂച്ച വന്നതെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.